പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകാഗ്നിയുടെ ശ്രോതാക്കൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും. ഈ ദിവസം നാം ശ്രവിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു എന്നതിനെക്കുറിച്ചാണ്. അനേകം വ്യക്തികൾക്ക് തെറ്റായൊരു ബോധ്യമുണ്ട്. കർത്താവിനോട് അടുക്കുന്നവർ സാമ്പത്തികമായി ഉയരുകയില്ല എന്നുള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം ദൈവമക്കൾക്ക് നൽകുന്ന വളരെ വ്യക്തമായ ഒരു പ്രബോധനമുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം 22-ാം വാക്യം, കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു, അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. അനേകം ദൈവമക്കളുടെ ഉള്ളിൽ
അവരുടെ ഹൃദയത്തിലെ വിശ്വാസത്തെ തൊട്ട് ചോദിച്ചാൽ അവരൊരു കാര്യം പറയും: നാം ഒരു കോടീശ്വരനായിരിക്കുന്നതിൽ ദൈവത്തിന് സന്തോഷമില്ല എന്ന്. യഥാർത്ഥത്തിൽ തെറ്റായൊരു ബോധ്യമാണ്. ഞാൻ ഒരു കോടീശ്വരനായിരിക്കുന്നതിൽ, ഞാൻ സാമ്പത്തികമായി ഉയർന്ന സ്ഥിതിയിലായിരിക്കുന്നതിൽ, ഞാൻ നല്ല അവസ്ഥയിലായിരിക്കുന്നതിൽ, ഞാൻ ശ്രേയസിൽ ഇരിക്കുന്നതിൽ ദൈവം സന്തോഷിക്കുന്നു. സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ 35-ാം അധ്യായം 27-ാം വാക്യം, തൻ്റെ ദാസൻ്റെ ശ്രേയസിൽ സന്തോഷിക്കുന്ന ദൈവത്തെയാണ് പരിശുദ്ധാത്മാവോട് വെളിപ്പെടുത്തുന്നത്. 35-ാം സങ്കീർത്തനത്തിൽ 27-ാം വാക്യം, അവിടുന്ന് തൻ്റെ ദാസൻ്റെ ശ്രേയസിൽ സന്തോഷിക്കുന്നു. നമ്മുടെ ശ്രേയസിൽ സന്തോഷിക്കുന്ന ദൈവമാണ് ബൈബിളിലെ ദൈവം. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായം 23-ാം വാക്യം, ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു: നമ്മുടെ കർത്താവിൻ്റെ പ്രത്യാഗമനത്തിൽ നിന്റെ ആത്മാവും ശരീരവും മനസ്സും സുസ്ഥിതിയിലായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യമുണ്ടാകട്ടെ എന്ന് യോഹന്നാൻ ശ്ലീഹയുടെ 3-ാം ലേഖനത്തിൽ 2-ാം വാക്യത്തിൽ ആത്മാവ് നിറഞ്ഞ അപ്പസ്തോലൻ സഹദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ, എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യം ഉണ്ടാകട്ടെ എന്നാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ അപ്പസ്തോലൻ തൻ്റെ സഹദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആത്മാവിൽ സമൃദ്ധി ഉണ്ടായാൽ മാത്രം പോരാ, എല്ലാ കാര്യത്തിലും നല്ല സ്ഥിതി ദൈവമക്കൾക്കുണ്ടാകുന്നതിൽ ദൈവത്തിന് സന്തോഷമുണ്ട്. ഇതിൻ്റെ ആരംഭം ഹെബ്രായ വംശത്തിൽ അബ്രാഹത്തിൻ്റെ വിളിയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. ഹെബ്രായർ, ഇസ്രായേൽക്കാർ, യഹൂദ വംശജർ പൊതുവെ സമ്പന്നരായാണ് കണക്കാക്കപ്പെടുന്നത്. ഇവരുടെ സമ്പത്തിൻ്റെ അടിത്തറ, ഇവരെല്ലാം സമ്പന്നരാകാൻ തുടങ്ങിയതിൻ്റെ തുടക്കം അബ്രാഹത്തോട് ദൈവം ചെയ്ത ഉടമ്പടിയിലാണ് നമ്മൾ കാണുന്നത്. ദൈവം അബ്രാഹത്തോട് ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അബ്രാഹം എവിടെ ചെന്നാലും ദൈവം അബ്രാഹത്തെ സമൃദ്ധി കൊണ്ട് അനുഗ്രഹിക്കുന്ന ഒരു രംഗം ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. ചുറ്റുവട്ടത്ത് ക്ഷാമം പടർന്ന കാലഘട്ടത്തിൽ പോലും ആ ക്ഷാമത്തിൻ്റെ നടുവിലും ദൈവം അബ്രാഹത്തിന് വലിയ സമൃദ്ധി കൊടുക്കുന്നത് വിശുദ്ധ ലിഖിതത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അബ്രാഹം വലിയ സമൃദ്ധിയിൽ ജീവിച്ചു. അനേകം ആളുകൾക്കൊരു ധാരണയുണ്ട് ധനികർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ളത്. എന്നാൽ അബ്രാഹം വലിയൊരു കോടീശ്വരനായിരിക്കുമ്പോഴാണ് മരിച്ചത്. അബ്രാഹം നല്ല സ്ഥിതിയിലിരിക്കുന്നു, അബ്രാഹം പറുദീസയിലിരിക്കുന്നു, ദൈവഭാഗ്യത്തിലിരിക്കുന്നു എന്ന് വിശുദ്ധ ലിഖിതങ്ങൾ നമ്മൾ കാണുന്നു. യിസ്ഹാക്കും യാക്കോബെല്ലാം വലിയ കോടീശ്വരന്മാരായിരിക്കുമ്പോഴാണ് മരിച്ചത്. ദാവീദും വലിയ സ്ഥിതിയിലായിരിക്കുമ്പോഴാണ് മരിച്ചത്. അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളാണെന്നും അവരെല്ലാം ദൈവത്തിൻ്റെ സമാധാനം അനുഭവിക്കുന്നുവെന്നും യേശുക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ധനികനായിരിക്കുക എന്നുള്ളത് പാപകരമായ ഒരു കാര്യമല്ല. അബ്രാഹത്തെയും യിസ്ഹാക്കിനെയും യാക്കോബിനെയും ദാവീദിനെയും താൻ വിളിച്ച തൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരെല്ലാം കർത്താവ് സമൃദ്ധി നൽകി അനുഗ്രഹിക്കുന്നത് ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതിൻ്റെ എല്ലാം അടിത്തറ ഒരു ഉടമ്പടിയാണ്. അബ്രാഹത്തോട് ചെയ്ത ഒരു ഉടമ്പടിയാണ്. നിയമാവർത്തന പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ 17-ാം വാക്യം വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു: എൻ്റെ കരങ്ങളുടെ ബലമാണ് ഈ സമ്പത്തെല്ലാം നേടിത്തന്നത് എന്ന് നിന്റെ ഹൃദയത്തിൽ നീ പറയരുത്. മറിച്ച് സമ്പത്ത് നേടാൻ ഇന്നും നിനക്ക് ശക്തി നൽകുന്നത് ദൈവം തൻ്റെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി അനുസരിച്ച് ദൈവമാണ്. സമ്പത്ത് നേടാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്നത്, ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുന്നത്, ഒരു വ്യക്തിക്ക് ശക്തി നൽകുന്നത് പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി അനുസരിച്ച് ദൈവമാണ് സഹായിക്കുന്നത്. അപ്പോൾ സാമ്പത്തിക ഉയർച്ചയുടെ അടിത്തറ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടിയാണ്, അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടിയാണ്. അതിനുശേഷമാണ് അബ്രാഹവും തുടർന്ന് വിളിക്കപ്പെട്ടവരെല്ലാം അനുഗ്രഹത്തിലും സമൃദ്ധിയിലിരിക്കുന്നത് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വലിയൊരു ആത്മീയ സത്യമാണ്. അബ്രാഹത്തോടു കൂടെ ദൈവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അബ്രാഹത്തിൻ്റെ എല്ലാ ഞെരുക്കത്തിലും ഒരു വഴി ദൈവം കാണിച്ചു കൊടുത്തു. ഇതുപോലെ ഇന്ന് ഈ അബ്രാഹത്തിൻ്റെ പിൻഗാമികളായി നാം ഓരോരുത്തരും ഈ വാഗ്ദത്തത്തിൻ്റെ അവകാശികളാണ്, ഈ ഉടമ്പടിയുടെ അവകാശികളാണ്. ഇന്നും ദൈവം പിതാക്കന്മാരുടെ ഉടമ്പടി അനുസരിച്ച് നമുക്കും സമ്പത്ത് നേടാൻ ശക്തിയും അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും അവിടുന്ന് പ്രദാനം ചെയ്യും. അതിനു മുമ്പ് നമ്മുടെ ജീവിതത്തിൽ ഇതിനെക്കുറിച്ച് നല്ലൊരു കാഴ്ചപ്പാട് വേണം. സാമ്പത്തികമായി ഉയർത്തുന്ന ദൈവമാണ് ബൈബിളിലെ ദൈവം. സാമ്പത്തികമായി അനുഗ്രഹിക്കുന്ന ദൈവമാണ് ബൈബിളിലെ ദൈവം. ഒരു വ്യക്തി ഈ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വന്നു. ആ വ്യക്തി പറഞ്ഞു, ആ വ്യക്തി കുവൈറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അങ്ങനെ കുവൈറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ പെട്ടെന്ന് കുവൈറ്റിൽ നിന്ന് നാട് കടത്തിയത്.
അദ്ദേഹം മിനിസ്ട്രി ഓഫ് ഹെൽത്തിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം ദൈവവചനം കേട്ട് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സാമ്പത്തികമായി ഉയർത്തുന്ന ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം കൊടുത്തു. അദ്ദേഹം അത് വിശ്വസിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ തൻ്റെ എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പ്രാർത്ഥിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കുവൈറ്റിൽ നിന്ന് ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെട്ട് നാട് കടത്തപ്പെട്ട വ്യക്തിയാണ്. എൻ്റെ പേപ്പേഴ്സ് എല്ലാം അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. എനിക്ക് കിട്ടാനുള്ള പണം പോലും കിട്ടിയിട്ടില്ല. അദ്ദേഹം ഉയർന്ന് അനുഗ്രഹിക്കുന്ന ദൈവത്തെക്കുറിച്ച് കേട്ടപ്പോൾ ആ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു. ധ്യാനം കഴിഞ്ഞ് തിരിച്ചു ചെന്ന് 1.5 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ കുവൈറ്റിലുള്ള മിനിസ്ട്രി തന്നെ ഇടപെട്ട് തിരിച്ചു വിളിച്ച് ആദ്യത്തുണ്ടായിരുന്നതിനേക്കാൾ ഉയർന്ന സ്ഥാനം നൽകി, ഉയർന്ന ജോലി നൽകി കർത്താവ് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ അച്ഛൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. ദൈവമായ കർത്താവിനെ ആരാധിച്ചപ്പോൾ, ദൈവമായ കർത്താവിൻ്റെ വഴികളിലൂടെ നടന്നപ്പോൾ കർത്താവ് അനുഗ്രഹിച്ചത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജെറമ്യായുടെ പുസ്തകത്തിൽ 31-ാം അധ്യായത്തിൽ 12-ാം വാക്യം, കർത്താവിൻ്റെ വിശിഷ്ട ദാനങ്ങളായ ധാന്യം, വീഞ്ഞ്, എണ്ണ, ആടുമാടുകൾ, ദാസിദാസന്മാർ എന്നിവയാൽ അവിടുന്ന് അവരെ സംതൃപ്തരാക്കി. കർത്താവിൻ്റെ മക്കളെ കർത്താവ് ആത്മീയമായ അനുഗ്രഹങ്ങൾ കൊണ്ട് മാത്രമല്ല സംതൃപ്തരാക്കുന്നത്, കർത്താവിൻ്റെ മക്കളെ ഭൗതിക അനുഗ്രഹങ്ങൾ കൊണ്ടുകൂടെ കർത്താവ് സംതൃപ്തരാക്കുന്നു. കർത്താവിൻ്റെ വിശിഷ്ട ദാനങ്ങളായ ധാന്യം, വീഞ്ഞ്, എണ്ണ, ആടുമാടുകൾ, ഭൗതിക സമൃദ്ധി കൊണ്ട് കർത്താവ് അവരെ സമ്പന്നരാക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്തുകൊണ്ടാണ് നാം സമ്പന്നരായിരിക്കുന്നതിൽ ദൈവത്തിന് സന്തോഷം? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. പിതാവായ ദൈവത്തിൻ്റെ സ്ഥിതി എന്താണ്? പിതാവായ ദൈവം വിശുദ്ധ ലിഖിതം നമുക്ക് വെളിപ്പെടുത്തി തരുന്നതനുസരിച്ച് സർവ്വത്തിൻ്റെയും അധിപതിയായ കർത്താവാണ്. റോമാലേഖനത്തിൽ 9-ാം അധ്യായം 5-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നു, അവിടുന്ന് സകലത്തിൻ്റെയും അധിപതിയായ ദൈവമാണ്. ഈ ഭൂമിയിലും പരലോകത്തിലുമുള്ള സകല കാര്യങ്ങളുടെയും അധിപതിയാണ് പിതാവായ ദൈവം. അവിടുന്ന് ഒരു പിച്ചക്കാരനല്ല, അവിടുന്ന് ഒരു ദരിദ്രനല്ല, അവിടുന്ന് സകലത്തിൻ്റെയും അധിപതിയും സമൃദ്ധിയുടെയും ദൈവമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെ സമൃദ്ധിയുടെ ദൈവമായ ഈ സ്വർഗീയ പിതാവിൻ്റെ മകനും മകളുമാണ് ഞാനും നിങ്ങളും. അങ്ങനെയെങ്കിൽ ഈ സ്നേഹപിതാവിൻ്റെ മുഴുവൻ സമ്പത്തിൻ്റെയും മുഴുവൻ സമൃദ്ധിയുടെയും അവകാശികൾ കൂടെയാണ് നാം ഓരോരുത്തരും. അതുകൊണ്ടാണ് നമുക്ക് സമൃദ്ധി നൽകുന്നതിൽ ദൈവത്തിന് സന്തോഷമുള്ളത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, സമ്പത്ത് അല്ലെങ്കിൽ ലോകത്തിലെ സമ്പത്ത് പിശാചിൻ്റെതാണ് എന്നൊരു ചിന്ത പലരുടെ ഉള്ളിലുണ്ട്. തെറ്റായ ബോധ്യമാണ്. ഇത് ദൈവത്തിൻ്റെയാണ്. ലോകം മുഴുവനും സകല ലോകങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിലാണ്. ദൈവമാണ് സകലത്തിൻ്റെയും അധിപതി. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ സമൃദ്ധിയിൽ നമുക്കും പങ്കാളിത്തം തരാൻ ദൈവത്തിന് സന്തോഷം മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ ചിലർ മനസ്സിൽ ചിന്തിക്കുന്നൊരു ചിന്തയുണ്ട്, അങ്ങനെയെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അവസ്ഥ എന്താണ്? യേശുക്രിസ്തു ബെത്ലഹേം നഗരിയിൽ ഒരു പുൽക്കൂട്ടിൽ ഒന്നുമില്ലാത്തവനായി പരമദാരിദ്ര്യത്തിൽ ജനിച്ചു. യേശുക്രിസ്തു 33 വർഷത്തോളം പരമദാരിദ്ര്യത്തിൽ ജീവിച്ചു. യേശുക്രിസ്തു കുരിശിൽ പരമദാരിദ്ര്യത്തിൽ മരിച്ചു. യേശുക്രിസ്തു അടക്കം ചെയ്യപ്പെട്ടതും പരമദാരിദ്ര്യത്തിൽ തന്നെ. സ്വന്തമായി ഒരു കല്ലറ പോലും ഇല്ലാതെ തോട്ടത്തിലെ ഒരു കല്ലറയിൽ, പരദേശിയുടെ ഒരു കല്ലറയിൽ അവൻ അടക്കം ചെയ്യപ്പെട്ടു. അങ്ങനെ യേശുക്രിസ്തു ഒന്നുമില്ലാത്തവനായി ജനിച്ചു, ഒന്നുമില്ലാത്തവനായി ജീവിച്ചു, ഒന്നുമില്ലാത്തവനായി മരിച്ചു. അങ്ങനെ പരമദാരിദ്ര്യത്തിൽ യേശുക്രിസ്തു തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ യേശുക്രിസ്തുവിനെ കാണിച്ചിട്ട് അനേകർ ചിന്തിക്കുന്നൊരു ചിന്തയുണ്ട്. ഈ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിട്ട് അനേകർ പറയുന്നൊരു കാര്യമുണ്ട്, ഈ യേശുക്രിസ്തു ജീവിച്ചതുപോലെ പരമദാരിദ്ര്യത്തിൽ നാം ജീവിക്കണം. എന്നാൽ എന്താണ് ഇതിൻ്റെ മർമ്മം എന്ന് പലരും ചിന്തിക്കുന്നില്ല. ഞാൻ ആദ്യം ഒന്ന് ചോദിക്കട്ടെ, എന്ന് മുതലാണ് യേശുക്രിസ്തു ദാരിദ്ര്യത്തിലായത്? ഈശോ പിതാവിന് ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ്, മനുഷ്യനായി അവതരിക്കുന്നതിന് മുമ്പ് ഈശോയുടെ അവസ്ഥ എന്തായിരുന്നു? ഈശോയെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? അവൻ പിതാവിനോട് സമനായിരുന്നു. സർവാധിപതിയായ, വാഴ്ത്തപ്പെട്ടവനും ഏകപരമാധികാരിയും രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവുമായ പിതാവായ ദൈവത്തോട് സമനായിരുന്നു പുത്രനായ ദൈവം. അങ്ങനെ അവൻ സർവാധിപതി ആയിരിക്കുമ്പോഴാണ് അതെല്ലാം പരിത്യജിച്ച് ദാസന്റെ വേഷമെടുത്ത് ഭൂമിയിലേക്ക് വന്നത്. ഭൂമി ജനിക്കുന്നത് വരെ യേശുക്രിസ്തു അധിപതിയായ മഹത്വത്തിൻ്റെ ദൈവമാണ്, വലിയ സമൃദ്ധിയുടെ ദൈവമാണ്. ഇനി യേശുക്രിസ്തു ഭൂമി ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റതിന് ശേഷമുള്ള യേശുവിൻ്റെ അവസ്ഥ എന്താണ്? വെളിപാടിൻ്റെ പുസ്തകം രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അവൻ വലിയ പ്രതാപിയും വലിയ മഹത്വപൂർണനും വലിയ സമൃദ്ധിയുടെയും ദൈവമായിട്ടാണ് വെളിപാടിൻ്റെ പുസ്തകം യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നത്. വലിയ പ്രതാപിയായ ദൈവം, പ്രതാപവാനായ യേശുക്രിസ്തുവാണ് വെളിപാടിലെ യേശുക്രിസ്തു. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ദാരിദ്ര്യം എത്ര കാലഘട്ടം മാത്രമാണ്?
ഈ ഭൂമി ജനിച്ച അന്ന് തൊട്ട് ഈ ഭൂമിയിൽ ഉയർത്തെഴുന്നേൽക്കുന്ന അന്ന് വരെയായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ഈ ദാരിദ്ര്യത്തിൻ്റെ അനുഭവം യേശുക്രിസ്തു വഹിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയെങ്കിൽ ഈ വലിയ സമ്പന്നനായ യേശു എന്തുകൊണ്ട് ഇങ്ങനെ പരമദരിദ്രനായി ഈ ദാരിദ്ര്യത്തെ ചുമന്നു? അതിനെക്കുറിച്ച് വിശുദ്ധ ലിഖിതത്തിൽ നമുക്ക് നൽകുന്ന വെളിപാടുകൾ ശ്രദ്ധിക്കാം. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. 8-ാം അധ്യായം 9-ാം വാക്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്കെല്ലാവർക്കും അറിവുള്ളതാണല്ലോ. അവൻ വലിയ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി പരമദരിദ്രനായി. അവൻ വലിയ സമ്പന്നനായിരുന്നു, പിതാവിനോട് സമനായിരുന്നു, അവൻ സർവാധിപതി ആയിരുന്നു, അവൻ വാഴ്ത്തപ്പെട്ടവനും ഏക പരമാധികാരിയും രാജാക്കന്മാർ രാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവുമായ പിതാവിനോട് സമനായിരുന്നു. അവൻ വലിയ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി പരമദരിദ്രനായി. മനുഷ്യാവതാര സമയത്ത് പുൽക്കൂട്ടിൽ ദാരിദ്ര്യമെന്ന വലിയ തിന്മ ചുമന്നുകൊണ്ട് അവൻ പുൽക്കൂട്ടിൽ ദരിദ്രനായി ജനിച്ച് ദരിദ്രനായി ജീവിച്ചു. അതെന്തിനു വേണ്ടിയാണ്? വചനം പഠിപ്പിക്കുകയാണ്, തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ. തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ. യേശുക്രിസ്തു നമ്മുടെ പാപം ചുമന്നതുപോലെ തന്നെ വലിയൊരു രക്ഷാകര രഹസ്യമാണ്. യേശുക്രിസ്തു നമ്മുടെ ദാരിദ്ര്യം അവിടുത്തെ ശരീരത്തിൽ ചുമന്നു. ശാപം ഏറ്റെടുത്തതുപോലെ, പാപം യേശുക്രിസ്തു ഏറ്റെടുത്തതുപോലെ തന്നെ യേശുക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും മനുഷ്യകുലം മുഴുവൻ്റെയും ദാരിദ്ര്യം എന്ന തിന്മ തൻ്റെ ശരീരത്തിലേക്ക് ഏറ്റെടുത്ത് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിടത്തോളം കാലം ആ ദാരിദ്ര്യം ചുമന്ന് യേശുക്രിസ്തു ആ ദാരിദ്ര്യത്തിൻ്റെ മേൽ വിജയം തരാൻ വേണ്ടി നമ്മളിൽ നിന്നും അത് ഏറ്റെടുത്തു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ടാണ് കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 8-ാം അധ്യായം 9-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നത്, അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി. അത് തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങളെ സമ്പന്നരാക്കാൻ വേണ്ടി തന്നെ. ഈ ഒരു വാസ്തവം, ഈ ഒരു കാര്യം, ഈ ഒരു സത്യം, ഈ ഒരു രഹസ്യം, ഈ ഒരു രക്ഷാകര സത്യം ഒരു ദൈവ പൈതൽ തൻ്റെ ജീവിതത്തിൽ അറിഞ്ഞ് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതലിന് വേണ്ടി സാമ്പത്തിക മേഖലയിൽ ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ തന്നെ അവൻ്റെ ദാരിദ്ര്യത്തിൻ്റെ മേൽ അവന് വിജയമുണ്ട്. അവൻ്റെ തകർച്ചയുടെ മേൽ അവന് വിജയമുണ്ട്. അവൻ്റെ അധപതനത്തിൻ്റെ മേൽ, അധോഗതിയുടെ മേൽ അവന് വിജയമുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതൊരു വലിയ ആത്മീയ സത്യമാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഇന്നും അനേകർ യേശുക്രിസ്തുവിനെ ഏറ്റുപറയുന്ന അനേകർ ഇന്നും ദാരിദ്ര്യത്തിൽ ഇരിക്കുന്നത്? ദൈവവചനത്തിൻ്റെ സത്യത്തെ അവഗണിച്ച് പാരമ്പര്യമായ അസത്യങ്ങളും അർദ്ധസത്യങ്ങളും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നതിനാൽ തന്നെ ദൈവവചനമാകുന്ന സത്യം സ്വീകരിക്കണം. വചനം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഈ വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യമുണ്ട്. യേശുക്രിസ്തുവിങ്കൽ ആത്മീയ വിടുതൽ മാത്രമല്ല, യേശുക്രിസ്തുവിങ്കൽ ഒരു മനുഷ്യന്റെ സമസ്ത മണ്ഡലങ്ങളിലുമുള്ള വിടുതൽ പിതാവ് ഒരുക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനാൽ ദാരിദ്ര്യത്തിൽ ഇരിക്കുന്നവരെ, വലിയ കഠിനമായ ഞെരുക്കങ്ങളിൽ ഇരിക്കുന്നവരെ, പലതരത്തിലുള്ള അധപതനങ്ങളിലും അധോഗതിയിലും ആയിരിക്കുന്നവരെ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ ഹൃദയം തുറന്ന് യേശുക്രിസ്തുവിനെ വിളിക്കുക. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതലുണ്ട്. പാപവും പാപമാർഗങ്ങളും വെറുത്തുപേക്ഷിക്കണം. പാപത്തിലിരിക്കുന്ന വ്യക്തി അനുഗ്രഹിക്കപ്പെടുകയില്ല. ദുഷ്ടതയിലിരിക്കുന്ന ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെടുകയില്ല. തിന്മയിലിരിക്കുന്ന ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെടുകയില്ല. പാപം വിട്ടുപേക്ഷിക്കുക, തിന്മ വിട്ടുപേക്ഷിക്ക്, അന്ധകാരം വിട്ടുപേക്ഷിക്ക്, പിശാചിനെ വിട്ടുപേക്ഷിക്ക്, നരകത്തിൻ്റെയും നാരകീയ ശക്തികളുടെയും കൂട്ടുകെട്ട് വിട്ടുപേക്ഷിക്ക്. യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവായി സ്വീകരിക്കുക. ഇത് വലിയ വിടുതലിൻ്റെ, വലിയ അനുഗ്രഹത്തിൻ്റെ വഴിയാണ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പലതരത്തിലുള്ള തകർച്ചകളിലും പലതരത്തിലുള്ള രോഗങ്ങളിലും പലതരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന് സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഇപ്പോൾ അവിടുന്ന് സന്ദർശിക്കണമേ. ഈ നിമിഷങ്ങളിൽ പ്രിയപ്പെട്ട മക്കളുടെ മേൽ അവിടുത്തെ കരങ്ങൾ നീട്ടി വിടുതൽ നൽകുവാൻ അവിടുന്ന് തിരുവള്ളമാകണമേ. സാമ്പത്തികമായി തകർന്ന ഓരോ മകളെയും സമർപ്പിക്കുന്നു. കടബാധ്യതകൾ, കൃഷിനാശങ്ങൾ, ബിസിനസ് തകർച്ച, പലതരത്തിലുള്ള സാമ്പത്തികമായ നഷ്ടങ്ങൾ, പലതരത്തിലുള്ള സാമ്പത്തികമായ അധപതനങ്ങൾ, ഈ മേഖലയിലെല്ലാം അവിടുത്തെ ശക്തി ഒഴുകി അങ്ങയുടെ മക്കൾക്ക് സമാശ്വാസം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ കർത്താവേ. ഇപ്പോൾ അവിടുന്ന് തൊടണമേ കർത്താവേ. ഇപ്പോൾ അവിടുന്ന് അങ്ങയുടെ മക്കൾക്ക് സമാശ്വാസം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ.
നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനെൻ സർവവുമായി അടിയനിതാ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനെൻ സർവവുമായി അടിയനിതാ. അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. ഹൃദയം തുറന്ന് കർത്താവിനെ വിളിച്ച് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളിലും കുടുംബങ്ങളിലും ദൈവമായ കർത്താവിന് ശക്തി ഒഴുകുന്ന സമയമാണിത്. ഇതാ കർത്താവ് ജീവിക്കുന്നവനായി കടന്നു വന്നിരിക്കുന്നു. ഇപ്പോൾ നാം ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. മനസ്സിൻ്റെ ഉള്ളറകളിൽ കർത്താവിനെ പൂജിച്ച് ആരാധിക്കാം. ഹൃദയത്തിൻ്റെ ഉള്ളിൽ കർത്താവിന് വേണ്ടി സിംഹാസനം ഒരുക്കാം. ഇതാ കർത്താവായ ദൈവം ശക്തിയുടെയും മഹത്വത്തിൻ്റെയും ദൈവമായി എഴുന്നള്ളി വന്നിരിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. പിതാവേ, പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തകർന്നു പോയ കുടുംബങ്ങളെ ഇപ്പോൾ പുനരുദ്ധരിക്കുവാൻ അവിടെ ഇടപെടണമേ. ഓരോ തരത്തിലുള്ള കഷ്ടങ്ങളാലും ഓരോ തരത്തിലുള്ള സാമ്പത്തിക ഞെരുക്കങ്ങളാലും കണ്ണീരിലിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് അങ്ങയുടെ ശക്തി ഇപ്പോൾ ഒഴുകട്ടെ. പലതരത്തിലുള്ള കൃഷി പരാജയങ്ങൾ വന്ന കുടുംബങ്ങളുടെ മേൽ ഇപ്പോൾ അങ്ങയുടെ ശക്തി വ്യാപരിക്കട്ടെ. കൃഷിയിടങ്ങളും കൃഷി വിളഭൂമികളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, തകർന്ന കൃഷിയിടങ്ങളിലെ അവിടുത്തെ ശക്തി ഒഴുകി തകർന്ന കൃഷിയിടങ്ങൾ അവിടുന്ന് പുനരുദ്ധരിക്കണമേ. കർത്താവേ, സാമ്പത്തികമായി കടബാധിത മേൽക്കുമേൽ വന്ന് കടബാധിതർ കെണിയായി ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളിൽ നിന്ന് കടബാധിതർ കെട്ടുകളടിച്ച് അവിടുന്ന് മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠന രംഗത്തും ആത്മീയ രംഗത്തും തളർന്നുകൊണ്ടിരിക്കുന്നവരെ ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ. ഭാവി ജീവിതത്തിന് തടസ്സമായ വിധം പഠനം അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നവരെ ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ. ഭാവി ജീവിതം ശോഭനമാകുന്ന തക്കവിധം പഠന മേഖലകളെ, വിദ്യാഭ്യാസ മണ്ഡലങ്ങളെ കർത്താവ് ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദ്യാർത്ഥിനികളുടെ മേൽ കരുണയായിരിക്കണമേ കർത്താവേ. പഠിച്ച് അങ്ങയുടെ നാമത്തിൽ മഹത്വവും അനുഗ്രഹവും പ്രാപിക്കാൻ, വലിയ ഉയർച്ച കുഞ്ഞുങ്ങൾ പ്രാപിക്കാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ജോലി തടസ്സങ്ങളാൽ കഷ്ടത അനുഭവിക്കുന്ന ഓരോ മകനെയും മകളെയും സമർപ്പിക്കുന്നു. ജോലി സംബന്ധമായ പ്രയാസങ്ങൾ ഇപ്പോൾ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശുവേ, കുരിശ് മരണത്തിൻ്റെ യോഗ്യതയാൽ ജോലി സംബന്ധമായ കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി സംബന്ധമായ തടസ്സങ്ങൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ്യ, 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 ഹാലലുയ്യ. കർത്താവെ, ബിസിനസ് സംബന്ധമായ പരാജയങ്ങൾ, തകർച്ചകൾ, കടബാധ്യതകൾ, ബിസിനസ്സിൻ്റെ എല്ലാ തരത്തിലുള്ള പരാജയങ്ങളെ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വാഹന സംബന്ധമായ എല്ലാ മേഖലകളെയും സമർപ്പിക്കുന്നു. ജോലി സംബന്ധമായ എല്ലാ ബുദ്ധിമുട്ടുകളെ സമർപ്പിക്കുന്നു. ഇപ്പോൾ അവിടുന്ന് കൈകൾ നീട്ടി ദൈവമക്കളുടെ സാമ്പത്തിക മണ്ഡലത്തിലുള്ള പ്രതികൂലത്തെയും തിരിച്ചടികളെയും പരാജയങ്ങളെയും അവിടുന്ന് ഇപ്പോൾ കൈകൾ നീട്ടി വിടിവിക്കണമേ. ദൈവജനത്തിന് വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കുന്നവൻ, തൃണസദൃശനായ മനുഷ്യനെയും മനുഷ്യ സന്തതിയെയും നീ എന്തിനു ഭയപ്പെടണം? നിന്റെ സൃഷ്ടാവും നിന്റെ പരിപാലകനുമായ നിന്റെ കർത്താവിനെ നീ മറന്നു കളഞ്ഞോ? കർത്താവെ, ഈ നിമിഷങ്ങളിൽ അവിടുന്ന് സ്പർശിക്കണമേ. ഹാലലുയ്യ, ഹാലലുയ്യ. സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവർ, പലതരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, പരാജയങ്ങൾ, അധപതനങ്ങൾ, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇവയാൽ പീഡിപ്പിക്കപ്പെടുന്നവർ ഇപ്പോൾ യേശു ക്രിസ്തുവിലേക്ക് കരങ്ങൾ ഉയർത്തി വിടുതലിനായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഉന്നതങ്ങൾ
മണ്ഡലങ്ങളിൽ നിന്ന് ശക്തി ഇപ്പോൾ പ്രവഹിക്കട്ടെ. ദൈവത്തിൻ്റെ ശക്തി ഒഴുകട്ടെ. അനേകായിരങ്ങൾ ഇപ്പോൾ സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കട്ടെ. സാമ്പത്തിക മണ്ഡലങ്ങളിൽ വലിയ വിടുതൽ ദൈവമക്കൾക്ക് ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ലഭിക്കട്ടെ. പിതാവ് വാഗ്ദാനം ചെയ്ത സമൃദ്ധി, പിതാവ് വാഗ്ദാനം ചെയ്ത വലിയ സമൃദ്ധി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ അനേകായിരങ്ങൾ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വിദ്യാർത്ഥിനി അനുഗ്രഹിക്കപ്പെടട്ടെ. യുവാക്കന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ജോലിക്കാർ അനുഗ്രഹിക്കപ്പെടട്ടെ. കൃഷിക്കാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഉദ്യോഗസ്ഥർ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ്സുകാർ അനുഗ്രഹിക്കപ്പെടട്ടെ. പലതരത്തിലുള്ള മേഖലകളിൽ തൊഴിൽ ഉപജീവന മാർഗങ്ങൾ കണ്ടെത്തുന്ന എല്ലാ തൊഴിലാളികളും അനുഗ്രഹിക്കപ്പെടട്ടെ. തൊഴിൽ മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. എൻ്റെ പേര് ആഷ്ന, +2 പഠിക്കുന്നത്. മണ്ണാർക്കാടാണ് എൻ്റെ വീട്. സെയ്യോൻ ധ്യാന കേന്ദ്രത്തിലേക്ക് വരുന്നതിന് മുൻപ് യേശുവിനെക്കുറിച്ച് എനിക്ക് യാതൊരു മതിപ്പുണ്ടായിരുന്നില്ല. 11 വർഷമായിട്ട് എനിക്ക് ചെവി വേദനയും ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നു. വളരെയേറെ ദുഃഖിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിനു മുൻപ് ആത്മഹത്യ ചെയ്താലെന്ന് വരെ ഞാൻ കരുതിയിട്ടുണ്ട്. അതിന് പപ്പ പറഞ്ഞപ്പോൾ നീ സെയ്യോനിലൊന്ന് പോയി നോക്ക്, എനിക്ക് എന്തായാലും സൗഖ്യം ഉണ്ടായിരിക്കും. അപ്പോഴൊക്കെ ഞാൻ പപ്പയോട് എതിർത്ത് സംസാരിക്കുമായിരുന്നു. രാത്രികളിൽ എനിക്ക് ഉറക്കം തന്നെ ഉണ്ടായിരുന്നില്ല. എനിക്ക് ചെവി വേദന ഉണ്ടാകുമ്പോൾ ഞാൻ മമ്മിയോട് രാത്രി എണീറ്റ് പറയും, മമ്മി ചെവി വേദനിക്കുന്നു, തിരുമ്മിത്താന്ന് പറയും. അപ്പോൾ മമ്മി എനിക്ക് രാത്രി എണീറ്റിട്ട് മമ്മി തിരുമ്മി തരും. അങ്ങനെ എനിക്ക് മമ്മിക്ക് ഉറക്കം ഉണ്ടായിരുന്നില്ല. ഞാൻ ദൈവത്തിന് നന്ദി പറയാറുണ്ട് ഇപ്പോൾ എനിക്ക് ഇത്രയും നല്ല മാതാപിതാക്കളെ തന്നതിന്. ഞാൻ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ തന്നെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ കരയുന്നുണ്ടെന്ന് എനിക്ക് തന്നെ അത്ര അറിയില്ലായിരുന്നു. പിന്നെ ഒരു കുട്ടി എൻ്റെ മേത്തേക്ക് വന്ന് വീണപ്പോഴാണ്, കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചെൻ്റെ മേത്തോട്ട് വന്ന് വീണപ്പോഴാണ് എനിക്ക് ശരിക്കും സുബോധം ഉണ്ടായത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ കരയായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങൾക്കും ദൈവത്തോട് മാപ്പ് അപേക്ഷിച്ചു. എൻ്റെ ചെവി വേദനയും ബ്ലീഡിങ്ങും സുഖമാക്കണമെന്ന് ഞാൻ മനമുരുകി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നി. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നിന്നെ ഞാൻ സൗഖ്യമാക്കുമെന്ന്. അതിൽ വിശ്വസിച്ച് ഞാൻ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു 11 പേർക്ക് ചെവിയുടെ അസുഖവുമായി ബന്ധപ്പെട്ട് സൗഖ്യമുണ്ടാകുന്നെന്ന്. ഇവിടെ വന്നപ്പോൾ മുതൽ എനിക്ക് ചെവിയിൽ ഭയങ്കര അടപ്പായിരുന്നു. എന്ത് പറഞ്ഞാലും എനിക്ക് കേൾക്കില്ലായിരുന്നു. എന്തെങ്കിലും പറയാൻ കേൾക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് പറയണം. അതിനോട് ഞാൻ പപ്പയുടെ മമ്മിയുടെ എപ്പോൾ വഴക്കുണ്ടായിരുന്നു. എന്തെങ്കിലും പറഞ്ഞാൽ ഉറക്കെ പറഞ്ഞുകൂടെ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഞങ്ങൾ തമ്മിൽ വഴക്കായിരുന്നു. യാതൊരു താല്പര്യമില്ലാതെയാണ് ഇവിടെ വന്നത്. അവസാനം ദൈവം സുഖമാക്കി. ഒത്തിരിയേറെ നന്ദിയുണ്ട്. താങ്ക് യു ജീസസ്. കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. 11 വർഷമായി ചെവിയുടെ കേൾവി അടഞ്ഞിരിക്കുകയായിരുന്നു. ആ കേൾവി ചെവി അടഞ്ഞിരുന്ന അവസ്ഥ കർത്താവ് മാറ്റിക്കൊടുത്തു. ചെവിയുടെ വേദന കർത്താവ് സുഖപ്പെടുത്തി കൊടുത്തു. അതുപോലെ ബ്ലീഡിംഗ് രോഗവും കർത്താവ് സുഖപ്പെടുത്തി കൊടുത്തു. അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ കർത്താവ് പ്രിയമകൾക്ക് പ്രദാനം ചെയ്തു.
പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകാഗ്നിയുടെ ശ്രോതാക്കൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും. ഈ ദിവസം നാം ശ്രവിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു എന്നതിനെക്കുറിച്ചാണ്. അനേകം വ്യക്തികൾക്ക് തെറ്റായൊരു ബോധ്യമുണ്ട്. കർത്താവിനോട് അടുക്കുന്നവർ ഒരു കാഴ്ചപ്പാട് വേണം. സാമ്പത്തികമായി ഉയർത്തുന്ന ദൈവമാണ് ബൈബിളിലെ ദൈവം. സാമ്പത്തികമായി അനുഗ്രഹിക്കുന്ന ദൈവമാണ് ബൈബിളിലെ ദൈവം. ഒരു വ്യക്തി ഈ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വന്നു. ആ വ്യക്തി പറഞ്ഞു, ആ വ്യക്തി കുവൈറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അങ്ങനെ കുവൈറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ പെട്ടെന്ന് കുവൈറ്റിൽ നിന്ന് നാട് കടത്തിയത്. അദ്ദേഹം മിനിസ്ട്രി ഓഫ് ഹെൽത്തിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്.
അദ്ദേഹം ദൈവവചനം കേട്ട് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സാമ്പത്തികമായി ഉയർത്തുന്ന ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം കൊടുത്തു. അദ്ദേഹം അത് വിശ്വസിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ തൻ്റെ എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പ്രാർത്ഥിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കുവൈറ്റിൽ നിന്ന് ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെട്ട് നാട് കടത്തപ്പെട്ട വ്യക്തിയാണ്. എൻ്റെ പേപ്പേഴ്സ് എല്ലാം അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. എനിക്ക് കിട്ടാനുള്ള പണം പോലും കിട്ടിയിട്ടില്ല. അദ്ദേഹം അനുഗ്രഹിക്കുന്ന ദൈവത്തെക്കുറിച്ച് കേട്ടപ്പോൾ ആ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു. ധ്യാനം കഴിഞ്ഞ് തിരിച്ചു ചെന്ന് 1.5 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ കുവൈറ്റിലുള്ള മിനിസ്ട്രി തന്നെ ഇടപെട്ട് തിരിച്ചു വിളിച്ച് ആദ്യത്തുണ്ടായിരുന്നതിനേക്കാൾ ഉയർന്ന സ്ഥാനം നൽകി, ഉയർന്ന ജോലി നൽകി കർത്താവ് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ അച്ഛൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. ദൈവമായ കർത്താവിനെ ആരാധിച്ചപ്പോൾ, ദൈവമായ കർത്താവിൻ്റെ വഴികളിലൂടെ നടന്നപ്പോൾ കർത്താവ് അനുഗ്രഹിച്ചത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജെറമ്യായുടെ പുസ്തകത്തിൽ 31-ാം അധ്യായത്തിൽ 12-ാം വാക്യം, കർത്താവിൻ്റെ വിശിഷ്ട ദാനങ്ങളായ ധാന്യം, വീഞ്ഞ്, എണ്ണ, ആടുമാടുകൾ, ദാസിദാസന്മാർ എന്നിവയാൽ അവിടുന്ന് അവരെ സംതൃപ്തരാക്കി. കർത്താവിൻ്റെ മക്കളെ കർത്താവ് ആത്മീയമായ അനുഗ്രഹങ്ങൾ കൊണ്ട് മാത്രമല്ല സംതൃപ്തരാക്കുന്നത്, കർത്താവിൻ്റെ മക്കളെ ഭൗതിക അനുഗ്രഹങ്ങൾ കൊണ്ടുകൂടെ കർത്താവ് സംതൃപ്തരാക്കുന്നു. കർത്താവിൻ്റെ വിശിഷ്ട ദാനങ്ങളായ ധാന്യം, വീഞ്ഞ്, എണ്ണ, ആടുമാടുകൾ, ഭൗതിക സമൃദ്ധി കൊണ്ട് കർത്താവ് അവരെ സമ്പന്നരാക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്തുകൊണ്ടാണ് നാം സമ്പന്നരായിരിക്കുന്നതിൽ ദൈവത്തിന് സന്തോഷം? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. പിതാവായ ദൈവത്തിൻ്റെ സ്ഥിതി എന്താണ്? പിതാവായ ദൈവം വിശുദ്ധ ലിഖിതം നമുക്ക് വെളിപ്പെടുത്തി തരുന്നതനുസരിച്ച് സർവ്വത്തിൻ്റെയും അധിപതിയായ കർത്താവാണ്. റോമാലേഖനത്തിൽ 9-ാം അധ്യായം 5-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നു, അവിടുന്ന് സകലത്തിൻ്റെയും അധിപതിയായ ദൈവമാണ്. ഈ ഭൂമിയിലും പരലോകത്തിലുമുള്ള സകല കാര്യങ്ങളുടെയും അധിപതിയാണ് പിതാവായ ദൈവം. അവിടുന്ന് ഒരു പിച്ചക്കാരനല്ല, അവിടുന്ന് ഒരു ദരിദ്രനല്ല, അവിടുന്ന് സകലത്തിൻ്റെയും അധിപതിയും സമൃദ്ധിയുടെയും ദൈവമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെ സമൃദ്ധിയുടെ ദൈവമായ ഈ സ്വർഗീയ പിതാവിൻ്റെ മകനും മകളുമാണ് ഞാനും നിങ്ങളും. അങ്ങനെയെങ്കിൽ ഈ സ്നേഹപിതാവിൻ്റെ മുഴുവൻ സമ്പത്തിൻ്റെയും മുഴുവൻ സമൃദ്ധിയുടെയും അവകാശികൾ കൂടെയാണ് നാം ഓരോരുത്തരും. അതുകൊണ്ടാണ് നമുക്ക് സമൃദ്ധി നൽകുന്നതിൽ ദൈവത്തിന് സന്തോഷമുള്ളത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, സമ്പത്ത് അല്ലെങ്കിൽ ലോകത്തിലെ സമ്പത്ത് പിശാചിൻ്റെതാണ് എന്നൊരു ചിന്ത പലരുടെ ഉള്ളിലുണ്ട്. തെറ്റായ ബോധ്യമാണ്. ഇത് ദൈവത്തിൻ്റെയാണ്. ലോകം മുഴുവനും സകല ലോകങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിലാണ്. ദൈവമാണ് സകലത്തിൻ്റെയും അധിപതി. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ സമൃദ്ധിയിൽ നമുക്കും പങ്കാളിത്തം തരാൻ ദൈവത്തിന് സന്തോഷം മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ ചിലർ മനസ്സിൽ ചിന്തിക്കുന്നൊരു ചിന്തയുണ്ട്, അങ്ങനെയെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അവസ്ഥ എന്താണ്? യേശുക്രിസ്തു ബെത്ലഹേം നഗരിയിൽ ഒരു പുൽക്കൂട്ടിൽ ഒന്നുമില്ലാത്തവനായി പരമദാരിദ്ര്യത്തിൽ ജനിച്ചു. യേശുക്രിസ്തു 33 വർഷത്തോളം പരമദാരിദ്ര്യത്തിൽ ജീവിച്ചു. യേശുക്രിസ്തു കുരിശിൽ പരമദാരിദ്ര്യത്തിൽ മരിച്ചു. യേശുക്രിസ്തു അടക്കം ചെയ്യപ്പെട്ടതും പരമദാരിദ്ര്യത്തിൽ തന്നെ. സ്വന്തമായി ഒരു കല്ലറ പോലും ഇല്ലാതെ തോട്ടത്തിലെ ഒരു കല്ലറയിൽ, പരദേശിയുടെ ഒരു കല്ലറയിൽ അവൻ അടക്കം ചെയ്യപ്പെട്ടു. അങ്ങനെ യേശുക്രിസ്തു ഒന്നുമില്ലാത്തവനായി ജനിച്ചു, ഒന്നുമില്ലാത്തവനായി ജീവിച്ചു, ഒന്നുമില്ലാത്തവനായി മരിച്ചു. അങ്ങനെ പരമദാരിദ്ര്യത്തിൽ യേശുക്രിസ്തു തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ യേശുക്രിസ്തുവിനെ കാണിച്ചിട്ട് അനേകർ ചിന്തിക്കുന്നൊരു ചിന്തയുണ്ട്. ഈ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിട്ട് അനേകർ പറയുന്നൊരു കാര്യമുണ്ട്, ഈ യേശുക്രിസ്തു ജീവിച്ചതുപോലെ പരമദാരിദ്ര്യത്തിൽ നാം ജീവിക്കണം. എന്നാൽ എന്താണ് ഇതിൻ്റെ മർമ്മം എന്ന് പലരും ചിന്തിക്കുന്നില്ല. ഞാൻ ആദ്യം ഒന്ന് ചോദിക്കട്ടെ, എന്ന് മുതലാണ് യേശുക്രിസ്തു ദാരിദ്ര്യത്തിലായത്? ഈശോ പിതാവിന് ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ്, മനുഷ്യനായി അവതരിക്കുന്നതിന് മുമ്പ് ഈശോയുടെ അവസ്ഥ എന്തായിരുന്നു? ഈശോയെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? അവൻ പിതാവിനോട് സമനായിരുന്നു. സർവാധിപതിയായ, വാഴ്ത്തപ്പെട്ടവനും ഏകപരമാധികാരിയും, രാജാക്കന്മാർ രാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവുമായ പിതാവായ ദൈവത്തോട് സമനായിരുന്നു പുത്രനായ ദൈവം. അങ്ങനെ അവൻ സർവാധിപതി ആയിരിക്കുമ്പോഴാണ് അതെല്ലാം പരിത്യജിച്ച് ദാസന്റെ വേഷമെടുത്ത് ഭൂമിയിലേക്ക് വന്നത്. ഭൂമി ജനിക്കുന്നത് വരെ യേശുക്രിസ്തു അധിപതിയായ മഹത്വത്തിൻ്റെ ദൈവമാണ്, വലിയ സമൃദ്ധിയുടെ ദൈവമാണ്. ഇനി യേശുക്രിസ്തു ഭൂമി ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റതിന് ശേഷമുള്ള യേശുവിൻ്റെ അവസ്ഥ എന്താണ്? വെളിപാടിൻ്റെ പുസ്തകം രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അവൻ വലിയ പ്രതാപിയും വലിയ മഹത്വപൂർണനും വലിയ സമൃദ്ധിയുടെയും ദൈവം. സാമ്പത്തികമായി ഉയരുകയില്ല എന്നുള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം ദൈവമക്കൾക്ക് നൽകുന്ന വളരെ വ്യക്തമായ ഒരു പ്രബോധനമുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം 22-ാം വാക്യം, കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു,
അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. അനേകം ദൈവമക്കളുടെ ഉള്ളിൽ അവരുടെ ഹൃദയത്തിലെ വിശ്വാസത്തെ തൊട്ട് ചോദിച്ചാൽ അവരൊരു കാര്യം പറയും: നാം ഒരു കോടീശ്വരനായിരിക്കുന്നതിൽ ദൈവത്തിന് സന്തോഷമില്ല എന്ന്. യഥാർത്ഥത്തിൽ തെറ്റായൊരു ബോധ്യമാണ്. ഞാൻ ഒരു കോടീശ്വരനായിരിക്കുന്നതിൽ, ഞാൻ സാമ്പത്തികമായി ഉയർന്ന സ്ഥിതിയിലായിരിക്കുന്നതിൽ, ഞാൻ നല്ല അവസ്ഥയിലായിരിക്കുന്നതിൽ, ഞാൻ ശ്രേയസ്സിൽ ഇരിക്കുന്നതിൽ ദൈവം സന്തോഷിക്കുന്നു. സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ 35-ാം അധ്യായം 27-ാം വാക്യം, തൻ്റെ ദാസൻ്റെ ശ്രേയസ്സിൽ സന്തോഷിക്കുന്ന ദൈവത്തെയാണ് പരിശുദ്ധാത്മാവോട് വെളിപ്പെടുത്തുന്നത്. 35-ാം സങ്കീർത്തനത്തിൽ 27-ാം വാക്യം, അവിടുന്ന് തൻ്റെ ദാസൻ്റെ ശ്രേയസ്സിൽ സന്തോഷിക്കുന്നു. നമ്മുടെ ശ്രേയസ്സിൽ സന്തോഷിക്കുന്ന ദൈവമാണ് ബൈബിളിലെ ദൈവം. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായം 23-ാം വാക്യം, ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു: നമ്മുടെ കർത്താവിൻ്റെ പ്രത്യാഗമനത്തിൽ നിന്റെ ആത്മാവും ശരീരവും മനസ്സും സുസ്ഥിതിയിലായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യമുണ്ടാകട്ടെ എന്ന് യോഹന്നാൻ ശ്ലീഹയുടെ 3-ാം ലേഖനത്തിൽ 2-ാം വാക്യത്തിൽ ആത്മാവ് നിറഞ്ഞ അപ്പസ്തോലൻ സഹദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ, നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യമുണ്ടാകട്ടെ എന്നാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ അപ്പസ്തോലൻ തൻ്റെ സഹദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആത്മാവിൽ സമൃദ്ധി ഉണ്ടായാൽ മാത്രം പോരാ, എല്ലാ കാര്യത്തിലും നല്ല സ്ഥിതി ദൈവമക്കൾക്കുണ്ടാകുന്നതിൽ ദൈവത്തിന് സന്തോഷമുണ്ട്. ഇതിൻ്റെ ആരംഭം ഹെബ്രായ വംശത്തിൽ അബ്രാഹത്തിൻ്റെ വിളിയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. ഹെബ്രായർ, ഇസ്രായേൽക്കാർ, യഹൂദ വംശജർ പൊതുവെ സമ്പന്നരായാണ് കണക്കാക്കപ്പെടുന്നത്. ഇവരുടെ സമ്പത്തിൻ്റെ അടിത്തറ, ഇവരെല്ലാം സമ്പന്നരാകാൻ തുടങ്ങിയതിൻ്റെ തുടക്കം അബ്രാഹത്തോട് ദൈവം ചെയ്ത ഉടമ്പടിയിലാണ് നമ്മൾ കാണുന്നത്. ദൈവം അബ്രാഹത്തോട് ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അബ്രാഹം എവിടെ ചെന്നാലും ദൈവം അബ്രാഹത്തെ സമൃദ്ധി കൊണ്ട് അനുഗ്രഹിക്കുന്ന ഒരു രംഗം ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. ചുറ്റുവട്ടത്ത് ക്ഷാമം പടർന്ന കാലഘട്ടത്തിൽ പോലും ആ ക്ഷാമത്തിൻ്റെ നടുവിലും ദൈവം അബ്രാഹത്തിന് വലിയ സമൃദ്ധി കൊടുക്കുന്നത് വിശുദ്ധ ലിഖിതത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അബ്രാഹം വലിയ സമൃദ്ധിയിൽ ജീവിച്ചു. അനേകം ആളുകൾക്കൊരു ധാരണയുണ്ട് ധനികർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ളത്. എന്നാൽ അബ്രാഹം വലിയൊരു കോടീശ്വരനായിരിക്കുമ്പോഴാണ് മരിച്ചത്. അബ്രാഹം നല്ല സ്ഥിതിയിലിരിക്കുന്നു, അബ്രാഹം പറുദീസയിലിരിക്കുന്നു, ദൈവഭാഗ്യത്തിലിരിക്കുന്നുവെന്ന് വിശുദ്ധ ലിഖിതങ്ങൾ നമ്മൾ കാണുന്നു. യിസ്ഹാക്കും യാക്കോബെല്ലാം വലിയ കോടീശ്വരന്മാരായിരിക്കുമ്പോഴാണ് മരിച്ചത്. ദാവീദും വലിയ സ്ഥിതിയിലായിരിക്കുമ്പോഴാണ് മരിച്ചത്. അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളാണെന്നും അവരെല്ലാം ദൈവത്തിൻ്റെ സമാധാനം അനുഭവിക്കുന്നുവെന്നും യേശുക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ധനികനായിരിക്കുക എന്നുള്ളത് പാപകരമായ ഒരു കാര്യമല്ല. അബ്രാഹത്തെയും യിസ്ഹാക്കിനെയും യാക്കോബിനെയും ദാവീദിനെയും താൻ വിളിച്ച തൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരെല്ലാം കർത്താവ് സമൃദ്ധി നൽകി അനുഗ്രഹിക്കുന്നത് ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതിൻ്റെ എല്ലാം അടിത്തറ ഒരു ഉടമ്പടിയാണ്. അബ്രാഹത്തോട് ചെയ്ത ഒരു ഉടമ്പടിയാണ്. നിയമാവർത്തന പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ 17-ാം വാക്യം വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു: എൻ്റെ കരങ്ങളുടെ ബലമാണ് ഈ സമ്പത്തെല്ലാം നേടിത്തന്നത് എന്ന് നിന്റെ ഹൃദയത്തിൽ നീ പറയരുത്. മറിച്ച് സമ്പത്ത് നേടാൻ ഇന്നും നിനക്ക് ശക്തി നൽകുന്നത് ദൈവം തൻ്റെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി അനുസരിച്ച് ദൈവമാണ്. സമ്പത്ത് നേടാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്നത്, ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുന്നത്, ഒരു വ്യക്തിക്ക് ശക്തി നൽകുന്നത് പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി അനുസരിച്ച് ദൈവമാണ് സഹായിക്കുന്നത്. അപ്പോൾ സാമ്പത്തിക ഉയർച്ചയുടെ അടിത്തറ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടിയാണ്, അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടിയാണ്. അതിനുശേഷമാണ് അബ്രാഹവും തുടർന്ന് വിളിക്കപ്പെട്ടവരെല്ലാം അനുഗ്രഹത്തിലും സമൃദ്ധിയിലിരിക്കുന്നത് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വലിയൊരു ആത്മീയ സത്യമാണ്, വലിയൊരു ആത്മീയ സത്യമാണ്. അബ്രാഹത്തോടു കൂടെ ദൈവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അബ്രാഹത്തിൻ്റെ എല്ലാ ഞെരുക്കത്തിലും ഒരു വഴി ദൈവം കാണിച്ചു കൊടുത്തു. ഇതുപോലെ ഇന്ന് ഈ അബ്രാഹത്തിൻ്റെ പിൻഗാമികളായി നാം ഓരോരുത്തരും ഈ വാഗ്ദത്തത്തിൻ്റെ അവകാശികളാണ്, ഈ ഉടമ്പടിയുടെ അവകാശികളാണ്. ഇന്നും ദൈവം പിതാക്കന്മാരോട് ഉടമ്പടി അനുസരിച്ച് നമുക്കും സമ്പത്ത് നേടാൻ ശക്തിയും അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും അവിടുന്ന് പ്രദാനം ചെയ്യും. അതിനു മുമ്പ് നമ്മുടെ ജീവിതത്തിൽ ഇതിനെക്കുറിച്ച് നല്ല
നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനെൻ സർവവുമായി അടിയനിതാ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനെൻ സർവവുമായി അടിയനിതാ. അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. ഹൃദയം തുറന്ന് കർത്താവിനെ വിളിച്ച് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളിലും കുടുംബങ്ങളിലും ദൈവമായ കർത്താവിന് ശക്തി ഒഴുകുന്ന സമയമാണിത്. ഇതാ കർത്താവ് ജീവിക്കുന്നവനായി കടന്നു വന്നിരിക്കുന്നു. ഇപ്പോൾ നാം ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. മനസ്സിൻ്റെ ഉള്ളറകളിൽ കർത്താവിനെ പൂജിച്ച് ആരാധിക്കാം. ഹൃദയത്തിൻ്റെ ഉള്ളിൽ കർത്താവിന് വേണ്ടി സിംഹാസനം ഒരുക്കാം. ഇതാ കർത്താവായ ദൈവം ശക്തിയുടെയും മഹത്വത്തിൻ്റെയും ദൈവമായി എഴുന്നള്ളി വന്നിരിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. പിതാവേ, പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തകർന്നു പോയ കുടുംബങ്ങളെ ഇപ്പോൾ പുനരുദ്ധരിക്കുവാൻ അവിടെ ഇടപെടണമേ. ഓരോ തരത്തിലുള്ള കഷ്ടങ്ങളാലും ഓരോ തരത്തിലുള്ള സാമ്പത്തിക ഞെരുക്കങ്ങളാലും കണ്ണീരിലിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് അങ്ങയുടെ ശക്തി ഇപ്പോൾ ഒഴുകട്ടെ. പലതരത്തിലുള്ള കൃഷി പരാജയങ്ങൾ വന്ന കുടുംബങ്ങളുടെ മേൽ ഇപ്പോൾ അങ്ങയുടെ ശക്തി വ്യാപരിക്കട്ടെ. കൃഷിയിടങ്ങളും കൃഷി വിളഭൂമികളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, തകർന്ന കൃഷിയിടങ്ങളിലെ അവിടുത്തെ ശക്തി ഒഴുകി തകർന്ന കൃഷിയിടങ്ങൾ അവിടുന്ന് പുനരുദ്ധരിക്കണമേ. കർത്താവേ, സാമ്പത്തികമായി കടബാധിത മേൽക്കുമേൽ വന്ന് കടബാധിതർ കെണിയായി ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളിൽ നിന്ന് കടബാധിതർ കെട്ടുകളടിച്ച് അവിടുന്ന് മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠനരംഗത്തും ആത്മീയ രംഗത്തും തളർന്നുകൊണ്ടിരിക്കുന്നവരെ ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ. ഭാവി ജീവിതത്തിന് തടസ്സമായ വിധം പഠനം അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നവരെ ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ. ഭാവി ജീവിതം ശോഭനമാകാൻ തക്കവിധം പഠന മേഖലകളെ, വിദ്യാഭ്യാസ മണ്ഡലങ്ങളെ കർത്താവെ ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദ്യാർത്ഥിനികളുടെ മേൽ കരുണയായിരിക്കണമേ കർത്താവെ. പഠിച്ച് അങ്ങയുടെ നാമത്തിൽ മഹത്വവും അനുഗ്രഹവും പ്രാപിക്കാൻ, വലിയ ഉയർച്ച കുഞ്ഞുങ്ങൾ പ്രാപിക്കാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ജോലി തടസ്സങ്ങളാൽ കഷ്ടത അനുഭവിക്കുന്ന ഓരോ മകനെയും മകളെയും സമർപ്പിക്കുന്നു. ജോലി സംബന്ധമായ പ്രയാസങ്ങൾ ഇപ്പോൾ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശുവേ, കുരിശ് മരണത്തിൻ്റെ യോഗ്യതയാൽ ജോലി സംബന്ധമായ കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി സംബന്ധമായ തടസ്സങ്ങൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ്യ, 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 ഹാലലുയ്യ. കർത്താവെ, ബിസിനസ് സംബന്ധമായ പരാജയങ്ങൾ, തകർച്ചകൾ, കടബാധ്യതകൾ, ബിസിനസ്സിൻ്റെ എല്ലാ തരത്തിലുള്ള പരാജയങ്ങളെ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വാഹന സംബന്ധമായ എല്ലാ മേഖലകളെയും സമർപ്പിക്കുന്നു. ജോലി സംബന്ധമായ എല്ലാ ബുദ്ധിമുട്ടുകളെ സമർപ്പിക്കുന്നു. ഇപ്പോൾ അവിടുന്ന് കൈകൾ നീട്ടി ദൈവമക്കളുടെ സാമ്പത്തിക മണ്ഡലത്തിലുള്ള പ്രതികൂലത്തെയും തിരിച്ചടികളെയും പരാജയങ്ങളെയും അവിടുന്ന് ഇപ്പോൾ കൈകൾ നീട്ടി വിടുവിക്കണമേ. ദൈവജനത്തിന് വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കുന്നവൻ, തൃണസദൃശനായ മനുഷ്യനെയും മനുഷ്യ സന്തതിയെയും നീ എന്തിനു ഭയപ്പെടണം? നിന്റെ സൃഷ്ടാവും നിന്റെ പരിപാലകനുമായ നിന്റെ കർത്താവിനെ നീ മറന്നു കളഞ്ഞോ? കർത്താവെ, ഈ നിമിഷങ്ങളിൽ അവിടുന്ന് സ്പർശിക്കണമേ. ഹാലലുയ്യ, ഹാലലുയ്യ. ായിട്ടാണ് വെളിപാടിന്റെ പുസ്തകം യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നത്. വലിയ പ്രതാപിയായ ദൈവം, പ്രതാപവാനായ യേശുക്രിസ്തുവാണ് വെളിപാടിലെ യേശുക്രിസ്തു. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിന്റെ ദാരിദ്ര്യം എത്ര കാലഘട്ടം മാത്രമാണ്? ഈ ഭൂമി ജനിച്ച അന്ന് തൊട്ട് ഈ ഭൂമിയിൽ ഉയർത്തെഴുന്നേൽക്കുന്ന അന്ന് വരെയായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ഈ ദാരിദ്ര്യത്തിൻ്റെ അനുഭവം യേശുക്രിസ്തു വഹിച്ചത്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയെങ്കിൽ ഈ വലിയ സമ്പന്നനായ യേശു എന്തുകൊണ്ട് ഇങ്ങനെ പരമദരിദ്രനായി ഈ ദാരിദ്ര്യത്തെ ചുമന്നു? അതിനെക്കുറിച്ച് വിശുദ്ധ ലിഖിതത്തിൽ നമുക്ക് നൽകുന്ന വെളിപാടുകൾ ശ്രദ്ധിക്കാം. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. 8-ാം അധ്യായം 9-ാം വാക്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്കെല്ലാവർക്കും അറിവുള്ളതാണല്ലോ. അവൻ വലിയ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി പരമദരിദ്രനായി. അവൻ വലിയ സമ്പന്നനായിരുന്നു, പിതാവിനോട് സമനായിരുന്നു, അവൻ സർവാധിപതി ആയിരുന്നു, അവൻ വാഴ്ത്തപ്പെട്ടവനും ഏകപരമാധികാരിയും രാജാക്കന്മാർ രാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവുമായ പിതാവിനോട് സമനായിരുന്നു. അവൻ വലിയ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി പരമദരിദ്രനായി. മനുഷ്യാവതാര സമയത്ത് പുൽക്കൂട്ടിൽ ദാരിദ്ര്യമെന്ന വലിയ തിന്മ ചുമന്നുകൊണ്ട് അവൻ പുൽക്കൂട്ടിൽ ദരിദ്രനായി ജനിച്ച് ദരിദ്രനായി ജീവിച്ചു. അതെന്തിനു വേണ്ടിയാണ്? വചനം പഠിപ്പിക്കുകയാണ്, തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ. തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ. യേശു ക്രിസ്തു നമ്മുടെ പാപം ചുമന്നതുപോലെ തന്നെ വലിയൊരു രക്ഷാകര രഹസ്യമാണ്. യേശു ക്രിസ്തു നമ്മുടെ ദാരിദ്ര്യം അവിടുത്തെ ശരീരത്തിൽ ചുമന്നു. ശാപം ഏറ്റെടുത്തതുപോലെ, പാപം യേശു ക്രിസ്തു ഏറ്റെടുത്തതുപോലെ തന്നെ യേശു ക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും മനുഷ്യകുലം മുഴുവൻ്റെയും ദാരിദ്ര്യം എന്ന തിന്മ തൻ്റെ ശരീരത്തിലേക്ക് ഏറ്റെടുത്ത് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിടത്തോളം കാലം ആ ദാരിദ്ര്യം ചുമന്ന് യേശു ക്രിസ്തു ആ ദാരിദ്ര്യത്തിൻ്റെ മേൽ വിജയം തരാൻ വേണ്ടി നമ്മളിൽ നിന്നും അത് ഏറ്റെടുത്തു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ടാണ് കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 8-ാം അധ്യായം 9-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നത്, അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി. അത് തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങളെ സമ്പന്നരാക്കാൻ വേണ്ടി തന്നെ. ഈ ഒരു വാസ്തവം, ഈ ഒരു കാര്യം, ഈ ഒരു സത്യം, ഈ ഒരു രഹസ്യം, ഈ ഒരു രക്ഷാകര സത്യം ഒരു ദൈവ പൈതൽ തൻ്റെ ജീവിതത്തിൽ അറിഞ്ഞ് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതലിന് വേണ്ടി സാമ്പത്തിക മേഖലയിൽ ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ തന്നെ അവൻ്റെ ദാരിദ്ര്യത്തിൻ്റെ മേൽ അവന് വിജയമുണ്ട്. അവൻ്റെ തകർച്ചയുടെ മേൽ അവന് വിജയമുണ്ട്. അവൻ്റെ അധപതനത്തിൻ്റെ മേൽ, അധോഗതിയുടെ മേൽ അവന് വിജയമുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതൊരു വലിയ ആത്മീയ സത്യമാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഇന്നും അനേകർ യേശുക്രിസ്തുവിനെ ഏറ്റുപറയുന്ന അനേകർ ഇന്നും ദാരിദ്ര്യത്തിൽ ഇരിക്കുന്നത്? ദൈവവചനത്തിൻ്റെ സത്യത്തെ അവഗണിച്ച് പാരമ്പര്യമായ അസത്യങ്ങളും അർദ്ധസത്യങ്ങളും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നതിനാൽ തന്നെ ദൈവവചനമാകുന്ന സത്യം സ്വീകരിക്കണം. വചനം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഈ വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യമുണ്ട്. യേശുക്രിസ്തുവിങ്കൽ ആത്മീയ വിടുതൽ മാത്രമല്ല, യേശുക്രിസ്തുവിങ്കൽ ഒരു മനുഷ്യന്റെ സമസ്ത മണ്ഡലങ്ങളിലുമുള്ള വിടുതൽ പിതാവ് ഒരുക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനാൽ ദാരിദ്ര്യത്തിൽ ഇരിക്കുന്നവരെ, വലിയ കഠിനമായ ഞെരുക്കങ്ങളിൽ ഇരിക്കുന്നവരെ, പലതരത്തിലുള്ള അധപതനങ്ങളിലും അധോഗതിയിലും ആയിരിക്കുന്നവരെ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ ഹൃദയം തുറന്ന് യേശുക്രിസ്തുവിനെ വിളിക്കുക. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതലുണ്ട്. പാപവും പാപമാർഗങ്ങളും വെറുത്തുപേക്ഷിക്കണം. പാപത്തിലിരിക്കുന്ന വ്യക്തി അനുഗ്രഹിക്കപ്പെടുകയില്ല. ദുഷ്ടതയിലിരിക്കുന്ന ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെടുകയില്ല. തിന്മയിലിരിക്കുന്ന ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെടുകയില്ല. പാപം വിട്ടുപേക്ഷിക്കുക, തിന്മ വിട്ടുപേക്ഷിക്ക്, അന്ധകാരം വിട്ടുപേക്ഷിക്ക്, പിശാചിനെ വിട്ടുപേക്ഷിക്ക്, നരകത്തിൻ്റെയും നാരകീയ ശക്തികളുടെയും കൂട്ടുകെട്ട് വിട്ടുപേക്ഷിക്ക്. യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവായി സ്വീകരിക്കുക. ഇത് വലിയ വിടുതലിൻ്റെ, വലിയ അനുഗ്രഹത്തിൻ്റെ വഴിയാണ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പലതരത്തിലുള്ള തകർച്ചകളിലും പലതരത്തിലുള്ള രോഗങ്ങളിലും പലതരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന് സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഇപ്പോൾ അവിടുന്ന് സന്ദർശിക്കണമേ. ഈ നിമിഷങ്ങളിൽ പ്രിയപ്പെട്ട മക്കളുടെ മേൽ അവിടുത്തെ കരങ്ങൾ നീട്ടി വിടുതൽ നൽകുവാൻ അവിടുന്ന് തിരുവള്ളമാകണമേ. സാമ്പത്തികമായി തകർന്ന ഓരോ മകളെയും സമർപ്പിക്കുന്നു. കടബാധ്യതകൾ, കൃഷിനാശങ്ങൾ, ബിസിനസ് തകർച്ച, പലതരത്തിലുള്ള സാമ്പത്തികമായ നഷ്ടങ്ങൾ, പലതരത്തിലുള്ള സാമ്പത്തികമായ അധപതനങ്ങൾ, ഈ മേഖലയിലെല്ലാം അവിടുത്തെ ശക്തി ഒഴുകി അങ്ങയുടെ മക്കൾക്ക് സമാശ്വാസം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ കർത്താവേ. ഇപ്പോൾ അവിടുന്ന് തൊടണമേ കർത്താവേ. ഇപ്പോൾ അവിടുന്ന് അങ്ങയുടെ മക്കൾക്ക് സമാശ്വാസം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ.